ഹായ് എവരി വൺ ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സോട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വേർ ഹാസ് ദ ലഫ്റ്റനന്റ് ഗവർണർ ലോഞ്ച്ഡ് ദ അഫ്സാർ പോർട്ടൽ? ലഫ്റ്റനന്റ് ഗവർണർ അഫ്സാർ പോർട്ടൽ ലോഞ്ച് ചെയ്ത് എവിടെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി ജമ്മു ആൻഡ് കാശ്മീർ, ഓപ്ഷൻ ഡി ഗുജറാത്ത്. ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ അഫ്സാർ പോർട്ടൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് എവിടെയാണെന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആൻസർ നോക്കാം. ഓപ്ഷൻ സി ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരാണ് അഫ്സാർ പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ദ ലഫ്റ്റനന്റ് ഗവർണർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ മനോജ് സിൻഹ ലോഞ്ച്ഡ് എ ഡെഡിക്കേറ്റഡ് പോർട്ടൽ ഓഫ് മിഷൻ യൂത്ത് ഇൻ കൊളാബറേഷൻ വിത്ത് വിഷൻ ഇന്ത്യ ടു കണക്ട് ദ യൂത്ത് ഓഫ് J&K വിത്ത് ദ ഇൻഡസ്ട്രി. അപ്പം ജമ്മു ആൻഡ് കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണറാണ് അഫ്സാർ പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? മനോജ് സിൻഹ. മനോജ് സിൻഹയാണ് നമ്മുടെ ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ. അദ്ദേഹം എന്ത് ചെയ്തു? അഫ്സാർ പോർട്ടൽ ലോഞ്ച് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കണക്ട് ദ യൂത്ത് ഓഫ് J&K വിത്ത് ദ ഇൻഡസ്ട്രി. യൂത്തിനെ ഇൻഡസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വിഷൻ ഇന്ത്യയുമായിട്ട് ചേർന്നിട്ട് ഡെഡിക്കേറ്റഡ് പോർട്ടൽ ഓഫ് മിഷൻ യൂത്ത് ലോഞ്ച് ചെയ്തു. ദ ഇനിഷ്യേറ്റീവ് എയിംസ് ടു പ്രൊവൈഡ് മോർ ദാൻ 10,000 ജോബ് ഓപ്പർച്യൂണിറ്റീസ് ടു ദ യൂത്ത് ഇൻ 2022. ഇതിൽ 10,000-ഓളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് യൂത്തിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രൊവൈഡ് മോർ ദാൻ 10,000 ജോബ് ഓപ്പർച്യൂണിറ്റീസ് ടു ദ യൂത്ത് ഇൻ 2022. The dedicated portal Afsar Connect to Opportunities initiative has been provisioned to facilitate the youth with real-time information flow, notifying students about pre-placement activities and job opportunities. ഇത് പ്രീ പ്ലേസ്മെൻറ്റ് ആക്ടിവിറ്റീസും അതുകൊണ്ട് തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയുള്ള കാര്യങ്ങൾ സ്റ്റുഡൻസിന് റിയൽ ടൈം ഇൻഫർമേഷൻ കൊടുക്കുന്നു. സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നു? കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോർട്ടൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഓൾ IITs ആൻഡ് അതർ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ UT വിൽ ബി ഓൺ ബോർഡഡ് ഇൻ ദ പ്രോഗ്രാം ഫോർ അച്ചീവിംഗ് ദ ബെസ്റ്റ് ഔട്ട്കംസ് ഫോർ എൻ്റർപ്രൈസിംഗ് യൂത്ത്. സംരംഭകരായിട്ടുള്ള യുവജനങ്ങളുടെ അവരുടെ ബെസ്റ്റ് ഔട്ട്കംസ് അച്ചീവ് ചെയ്യുന്ന ഈ പ്രോഗ്രാമിലേക്ക് നമ്മുടെ എല്ലാ IITസും അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ചേർന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് IIT ഹാസ് മെയ്ഡ് ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിജിനസ് പോളിസെൻട്രിക് പ്രോസ്തെറ്റിക് നീ? ഇന്ത്യയുടെ തദ്ദേശീയ പോളിസെൻട്രിക് പ്രോസ്തെറ്റിക് നീ മെയ്ഡ് ചെയ്തത് ഏത് IIT ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ പോളിസെൻട്രിക് പ്രോസ്തെറ്റിക് നീ മെയ്ഡ് ചെയ്തത് ഏത് IIT ആണെന്നുള്ളതാണ്. ഓപ്ഷൻ എ IIT ബോംബെ, ഓപ്ഷൻ ബി IIT മദ്രാസ്, ഓപ്ഷൻ സി IIT കാൺപൂർ, ഓപ്ഷൻ ഡി IIT കാൺപൂർ. ഇപ്പം ഇവരിൽ ഖരാഗ്പൂർ, ഓപ്ഷൻ ഡി IIT ഖരാഗ്പൂർ ആണ്. ഇപ്പം ഇവരിൽ ഏത് IIT ആണ് ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിജിനസ് പോളിസെൻട്രിക് പ്രോസ്തെറ്റിക് നീ ഉണ്ടാക്കിയത്? ആൻസർ ഓപ്ഷൻ ബി IIT മദ്രാസ് ആണ്. റിസർച്ചേഴ്സ് അറ്റ് ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് ഹാവ് അൺവെയിൽഡ് ഇന്ത്യാസ് ഫസ്റ്റ് പോളിസെൻട്രിക് പ്രോസ്തെറ്റിക് നീ വിച്ച് സീക്സ് ടു ഇംപ്രൂവ് ദ കണ്ടീഷൻസ് ഫോർ 1,000 എബവ് ദ ആംപ്യൂട്ടീസ്. അപ്പോൾ ആംപ്യൂട്ടീസിന് 1000-ഓളം ആംപ്യൂട്ടീസിൻ്റെ കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു പോളിസെൻട്രിക് പ്രോസ്തെറ്റിക് നീ ആണ് IIT മദ്രാസ് ഉണ്ടാക്കിയത്. അപ്പോൾ റിസർച്ചേഴ്സ് അറ്റ് ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് ആണ് ഈ പോളിസെൻട്രിക് പ്രോസ്തെറ്റിക് നീ മെയ്ഡ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇംപ്രൂവ് ദ കണ്ടീഷൻസ് ഫോർ 1,000 എബവ് ദ ആംപ്യൂട്ടീസ്. അപ്പോൾ 1000-ഓളം അംഗവൈകല്യമുള്ളവരുടെ കണ്ടീഷൻസ് എല്ലാം ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ഡെവലപ്പ് ചെയ്തത്. ദ ഖാദം എ പോളിസെൻട്രിക് നീ ഫോർ എബവ് നീ prosthesis created in collaboration with the Society for Biomedical Technology and Mobility India and is also a made in India product. അപ്പോൾ ഇവർ സൊസൈറ്റി ഫോർ ബയോമെഡിക്കൽ ടെക്നോളജിയും അതുപോലെ തന്നെ മൊബിലിറ്റി ഇന്ത്യയും കൂടെ ചേർന്നുണ്ടാക്കിയ ഖാദ് എന്ന് പറയുന്നത് അതൊരു ഇന്ത്യൻ പ്രോഡക്റ്റ് ആണ്. ഇത് എബവ് നീ ആണ്, നമ്മുടെ നീക്ക് മുകളിലുള്ള ഒരു പോളിസെൻട്രിക് നീ ആണ്. അപ്പോൾ അതിൻ്റെ പേരാണ് ഖാദം. ഖാദം ഉണ്ടാക്കിയത് ആരാണ്? സൊസൈറ്റി ഫോർ ബയോമെഡിക്കൽ ടെക്നോളജി ആൻഡ് മൊബിലിറ്റി ഇന്ത്യ. ഇവർ ചേർന്നിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊരു ഇന്ത്യൻ പ്രോഡക്റ്റ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു വിൽ ഹോസ്റ്റ് ദ നാഷണൽ ഒളിമ്പിക് ഗെയിംസ് ഫോർ ആർട്സ് ആൻഡ് കൾച്ചർ?
അപ്പോൾ ആർട്സിനും കൾച്ചറിനും വേണ്ടിയിട്ടുള്ള നാഷണൽ ഡെൽഫിക് ഗെയിംസ് ആരാണ് ഹോസ്റ്റ് ചെയ്യുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ജപ്പാൻ, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി ഇന്ത്യ, ഓപ്ഷൻ ഡി ജർമ്മനി. അപ്പോൾ ഇവരിൽ ഏത് കൺട്രിയാണ് നാഷണൽ ഡെൽഫിക് ഗെയിംസ് ഹോസ്റ്റ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ഇന്ത്യ ആണ്. The International Delphic Council based in Berlin, Germany announced to host the National Delphic Games in India in 2023, encompassing arts and cultures from 36 states and union territories to celebrate the vast diversity of India's cultures and their artistic expressions. കലയ്ക്കും അതുകൊണ്ട് തന്നെ കൾച്ചറിനും വേണ്ടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഗെയിമാണ് നാഷണൽ ഡെൽഫിക് ഗെയിം. അത് ബെർലിൻ ജർമ്മനിയായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഇൻ്റർനാഷണൽ ഡെൽഫിക് കൗൺസിലാണ് നടത്തുന്നത്. ഇത് എവിടെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്? ഇന്ത്യയിലാണ് നടക്കാൻ പോകുന്നത്. ഇതിൽ 36ഓളം സ്റ്റേറ്റ്സും അതുകൊണ്ട് തന്നെ യൂണിയൻ ടെറിട്ടറീസും ചേർന്നിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിൽ കലകളും അതുകൊണ്ട് തന്നെ കൾച്ചേഴ്സും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. വിച്ച് സ്റ്റേറ്റ് ഹാസ് ലോഞ്ച്ഡ് ദ 1064 ആൻറ്റി കറപ്ഷൻ മൊബൈൽ ആപ്പ്? ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി കേരള. അപ്പോൾ 1064 ആൻറ്റി കറപ്ഷൻ മൊബൈൽ ആപ്പ് കൊണ്ടുവന്നത് ഏത് സ്റ്റേറ്റ് ആണെന്നുള്ള ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി കേരള. ഉത്തരാഖണ്ഡാണ് റൈറ്റ് ആൻസർ. ഉത്തരാഖണ്ഡ് ചീഫ് മിനിസ്റ്റർ പുഷ്കർ സിംഗ് ധാമി ഹാസ് ലോഞ്ച്ഡ് ആൻ ആൻറ്റി കറപ്ഷൻ മൊബൈൽ ആപ്പ് നെയ്മഡ് 1064 ആൻറ്റി കറപ്ഷൻ മൊബൈൽ ആപ്പ്. നമ്മുടെ ഉത്തരാഖണ്ഡിലെ ചീഫ് മിനിസ്റ്ററായ പുഷ്കർ സിംഗ് ധാമിയാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ആപ്പിൻ്റെ പേരെന്താണ്? 1064 ആൻറ്റി കറപ്ഷൻ മൊബൈൽ ആപ്പ്. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ആൻറ്റി കറപ്ഷന് വേണ്ടിയിട്ടാണ് ഇവരിത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ദിസ് മൊബൈൽ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ ഡെവലപ്ഡ് ബൈ ദ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരാഖണ്ഡ്. ഇറ്റ് ഹെൽപ്സ് ദ സിറ്റിസൺ ടു ലോഡ്ജ് കറപ്ഷൻ റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ് ഡയറക്റ്റ്ലി വിത്ത് ദ അതോറിറ്റീസ്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിലെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഹെൽപ്സ് ടു സിറ്റിസൺസ് ടു ലോഡ്ജ് കറപ്ഷൻ റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ് ഡയറക്റ്റ്ലി വിത്ത് ദ അതോറിറ്റീസ്. അപ്പോൾ പൗരന്മാർക്ക് എന്തെങ്കിലും കറപ്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് അതോറിറ്റീസിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കറൻ്റ്ലി ദ ആപ്പ് ഈസ് അവൈലബിൾ ഇൻ ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഇത് അവൈലബിൾ ആണ്. രജിസ്റ്റേർഡ് കംപ്ലയിൻറ്റ്സ് ഡേറ്റ് ആൻഡ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദി കംപ്ലയിൻറ്റൻറ്റ് വിൽ ബി പ്രൊട്ടക്റ്റഡ്. അപ്പോൾ കംപ്ലയിൻറ്റ് കൊടുക്കുന്ന ആളുടെ രജിസ്റ്റേർഡ് കംപ്ലയിൻറ്റ്സും അതുകൊണ്ട് തന്നെ ഡേറ്റയും അവരുടെ ഐഡൻറ്റിറ്റിയും എല്ലാം എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. Government is committed to making the state corruption free and ensuring that governance in the state is carried out in the ട്രാൻസ്പെറൻറ്റ് മാനർ. അപ്പം നല്ല രീതിയിൽ കൃത്യമായിട്ട് ഈ റൂൾസും കാര്യങ്ങളും എല്ലാം ഗവേണൻസും കാര്യങ്ങളും എല്ലാം നടക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറപ്ഷൻ ഫ്രീ ഉണ്ടാകും, സ്റ്റേറ്റിൽ കറപ്ഷൻ ഫ്രീ വരാൻ വേണ്ടിയിട്ടും അതുകൊണ്ട് തന്നെ എൻഷുറിങ് ദാറ്റ് ഗവേണൻസ് ഇൻ ദി സ്റ്റേറ്റ് നല്ല രീതിയിലുള്ള ഗവേണൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ ഹാസ് ഡിസൈഡ് ടു എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ് ഡെവലപ്മെൻറ്റ് വർക്കിംഗ് ഗ്രൂപ്പ് വിത്ത് വിച്ച് കൺട്രി? ഏത് കൺട്രിയായിട്ട് ചേർന്നിട്ടാണ് ഇന്ത്യ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ് ഡെവലപ്മെൻറ്റ് വർക്കിംഗ് ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ USA, ഓപ്ഷൻ ബി ഫ്രാൻസ്, ഓപ്ഷൻ സി ജർമ്മനി, ഓപ്ഷൻ ഡി ഫിൻലാൻഡ്. അപ്പോൾ ഇവരിൽ ഏത് രാജ്യവുമായിട്ട് ചേർന്നിട്ടാണ് ഇന്ത്യ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് വർക്കിംഗ് ഗ്രൂപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ USA ആണ്. എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ് ഡെവലപ്മെൻറ്റ് വർക്കിംഗ് ഗ്രൂപ്പ് ഈസ് എയിംസ് ടു further strengthen cooperation in the field of education and skill development through joint collaborations. എഡ്യൂക്കേഷനും അതുകൊണ്ട് തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്കിംഗ് ഗ്രൂപ്പാണിത്. അപ്പോൾ ഈ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? സ്ട്രെങ്തൻ കോപ്പറേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ്. എഡ്യൂക്കേഷൻ്റെ ഫീൽഡിലും അതുകൊണ്ട് തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഫീൽഡിലും അവരുടെ ഡെവലപ്മെൻറ്റ് സ്ട്രെങ്തൻ ചെയ്യാൻ, അവരുടെ കോപ്പറേഷനും മറ്റു കാര്യങ്ങളും സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയും US കൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ദ ഗ്രൂപ്പ് ഓൾസോ പ്രൊമോട്ട് സ്റ്റുഡൻറ്റ് ആൻഡ് സ്കോളർ മൊബിലിറ്റി ടു ബിൽഡ് പീപ്പിൾ ടു പീപ്പിൾ ലിങ്കേജ്. പീപ്പിൾ ടു പീപ്പിൾ ലിങ്കേജിലൂടെ അവർ പ്രൊമോട്ട് സ്റ്റുഡൻറ്റ് ആൻഡ് സ്കോളേഴ്സ് മൊബിലിറ്റി. ഇവർ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു. ഇറ്റ് ഈസ് ഇഷ്യൂഡ് എ പാർട്ട് ഓഫ് ദി ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂഡ് ആഫ്റ്റർ ദ 4th India US 2+2 മിനിസ്റ്ററിയൽ ഡയലോഗ്. അപ്പോൾ ഇവർ ഈ
സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവരാൻ ഇതിലൂടെയാണ് മിനിസ്ട്രി ഡയലോഗിലൂടെയാണ്. എന്നത്തെ 4th ഇന്ത്യ US 2+2 മിനിസ്ട്രി ഡയലോഗിലൂടെയാണ് ഈ വർക്കിംഗ് ഗ്രൂപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് എ പാർട്ട് ഓഫ് ദി ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂഡ് ആഫ്റ്റർ ദ 4th ഇന്ത്യ US 2+2 മിനിസ്ട്രി ഡയലോഗ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.